ലോകത്തെ വിറപ്പിക്കുന്ന മഹാശക്തി എന്ന വീരവാദം മുഴക്കി ഇറാനിൽ ചെന്ന് യുദ്ധം കൊളുത്തിയ ഡൊണാൾഡ് ട്രംപിനും കൂട്ടർക്കും ഇപ്പോൾ തിരിച്ചടികളുടെ പെരുമഴയാണ്. ഇത് വെറും ഒരു അതിർത്തി തർക്കമല്ല, മറിച്ച് വിവേകശൂന്യമായ ഒരു ഭരണാധികാരി തന്റെ രാജ്യത്തെയും ലോകത്തെയും എങ്ങനെ വലിയൊരു ഗർത്തത്തിലേക്ക് തള്ളിവിട്ടു എന്നതിന്റെ പച്ചയായ നേർചിത്രമാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ട് ആവേശത്തോടെ തുടങ്ങിയ സൈനിക നീക്കം വെറും 5 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഒലിച്ചുപോയത് $5 ബില്യൺ അഥവാ ഏകദേശം 41,000 കോടിയിലധികം രൂപ നികുതി പണമാണ്. സമാധാനത്തിന്റെയും സുരക്ഷയുടെയും പേരിൽ ട്രംപ് ആടിത്തീർത്ത ഈ നാടകം ഒടുവിൽ അമേരിക്കൻ ജനതയുടെ വയറ്റത്തടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. അതായത് വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഈ യുദ്ധത്തിന്റെ ആമുഖം തന്നെ ഒരു വലിയ അബദ്ധമായിരുന്നുവെന്ന് കാണാം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുമെന്നും അവിടുത്തെ ഭരണകൂടത്തെ മാറ്റുമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട ട്രംപിന് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. വെറും ഒരു ടോമഹോക്ക് മിസൈലിന് അഥവാ $2.2 മില്യൺ വില. ഈ ഒരു മിസൈലിന്റെ പണം കൊണ്ട് അമേരിക്കയിലെ 775 കുട്ടികൾക്ക് ഒരു വർഷം സൗജന്യ ചികിത്സ നൽകാൻ കഴിയുമായിരുന്നു. ജനങ്ങളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ചെലവാക്കേണ്ട കോടിക്കണക്കിന് ഡോളറാണ് ട്രംപ് ഇറാൻ മണ്ണിൽ ബോംബുകളായി വർഷിച്ചത്. യുദ്ധം തുടങ്ങുമ്പോൾ വിജയം പ്രാപിക്കാൻ തിടുക്കം കൂട്ടിയവർക്ക് ഇപ്പോൾ സ്വന്തം സൈനികരുടെ ജീവനും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളും കണക്ക് പറയേണ്ടി വരുന്നു. ഇതിനെയാണ് തന്ത്രപരമായ പതനമെന്ന് ലോകം വിശേഷിപ്പിക്കുന്നത്. സാമ്പത്തികമായി നോക്കിയാൽ ഈ യുദ്ധം അമേരിക്കയേക്കാൾ കൂടുതൽ മുറിവേൽപ്പിച്ചത് ലോകത്തിലെ പാവപ്പെട്ട ജനങ്ങളെ കൂടിയാണ്. ഇറാൻ തിരിച്ചടിയായി ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെടുത്തിയതോടെ ആഗോള എണ്ണ വിപണി തകർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 വരെ ഉയർന്നപ്പോൾ അത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് കാരണമായി. പെട്രോളിനും ഗ്യാസിനും വില കൂടുമ്പോൾ കഷ്ടപ്പെടുന്നത് സാധാരണക്കാരാണ്. യൂറോപ്പിലെ സഖ്യകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാതെ ട്രംപ് നടത്തിയ ഈ സാഹസം നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തി. ഒരു രാജ്യത്തെ പൂട്ടാൻ നോക്കിയ ട്രംപ് ഒടുവിൽ സ്വന്തം സഖ്യകക്ഷികളാൽ പോലും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് പിന്നീടുണ്ടായത്. സൈനിക വിജയങ്ങളെക്കുറിച്ച് അമേരിക്കൻ വക്താക്കൾ വാചാലരാകുമ്പോഴും യാഥാർത്ഥ്യം ഭയാനകമാണ്. ഇറാന്റെ നാവിക വ്യൂഹത്തെയും ആണവ കേന്ദ്രങ്ങളെയും തകർത്തു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിനായി അമേരിക്ക ചെലവാക്കിയ വിഭവശേഷി അമ്പരപ്പിക്കുന്നതാണ്. അമേരിക്കയുടെ ആയുധപ്പുരകൾ പോലും കാലിയാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ആയിരക്കണക്കിന് ഇറാനിയൻ സാധാരണക്കാർ, പ്രത്യേകിച്ച് കുട്ടികൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. 13ഓളം അമേരിക്കൻ സൈനികർക്കും ജീവൻ നഷ്ടമായി. ഈ ചോരപ്പുഴയ്ക്ക് മറുപടി പറയാൻ ട്രംപിന് കഴിയുന്നില്ല എന്നതാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക ദുരന്തം. യഥാർത്ഥത്തിൽ ഈ യുദ്ധം ഇറാനിലെ ഭരണകൂടത്തെ കൂടുതൽ തീവ്രതയുള്ളതാക്കാൻ മാത്രമേ സഹായിച്ചുള്ളൂ. നേതാക്കളെ വധിക്കുന്നതിലൂടെ ജനങ്ങൾ തെരുവിലിറങ്ങുമെന്ന് ട്രംപ് കരുതിയിരുന്നെങ്കിൽ ഉണ്ടായത് നേരെ തിരിച്ചാണ്. ഇറാനിലെ ജനങ്ങൾ തങ്ങളുടെ ഭരണകൂടത്തിന് പിന്നിൽ കൂടുതൽ കരുത്തോടെ അണിനിരന്നു. നയതന്ത്രപരമായി നോക്കിയാൽ റഷ്യയും ചൈനയും ഈ അവസരം മുതലെടുത്ത് ഇറാനുമായി കൂടുതൽ അടുത്തു. അമേരിക്കൻ വിരുദ്ധ ചേരികൾ ലോകത്ത് കൂടുതൽ ശക്തമാകാൻ ട്രംപിന്റെ ഈ യുദ്ധഭ്രാന്ത് കാരണമായി എന്ന് പറയാം. മൊത്തത്തിലുള്ള പരിണിത ഫലം ലളിതമാണ്. വിവേകമില്ലാത്തൊരു ഭരണാധികാരിയുടെ ഇടുങ്ങിയ ചിന്താഗതി എങ്ങനെ ഒരു വൻ ശക്തിയെ നാശത്തിലേക്ക് നയിക്കാമെന്നതിന്റെ പഠിക്കാനൊക്കുന്ന വിവരണമാണ് ഈ ഇറാൻ യുദ്ധം. ഖജനാവിലെ പണം എണ്ണിയാൽ ഒടുങ്ങാത്ത ബോംബുകളായി മാറ്റുമ്പോൾ ജനതയുടെ രോദനം കേൾക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല. ഈ യുദ്ധത്തിൽ ജയവും തോൽവിയും ആർക്കാണെന്ന് ചരിത്രം തീരുമാനിക്കട്ടെ. പക്ഷേ ഇതിന്റെ ഭാരം വരും തലമുറകൾ കൂടി പേറേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം.